ഇത്തവണയും ഇന്ത്യയിൽ നിന്നും കോടികൾ വാരാൻ ടോം ക്രൂയിസ് എത്തുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ മിഷൻ ഇംപോസിബിൾ കുതിക്കുന്നു. മിഷൻ ഇംപോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിവസം 15 കോടിയായിരുന്നു സ്വന്തമാക്കിയത്. ആക്ഷൻ സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയ ഫ്രാഞ്ചൈസാണ് ടോം ക്രൂയിസ് നായകനായ മിഷൻ ഇംപോസിബിൾ. 7 ചിത്രങ്ങളാണ് ഇതുവരെ ഈ സീരീസിന്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ സീരീസിലെ 8ാമത്തെ സിനിമയും മിഷൻ ഇംപോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1ന്റെ തുടർച്ചയുമായ മിഷൻ ഇംപോസിബിൾ ദി ഫൈനൽ റെക്കണിംഗ് റിലീസിന് തയ്യാറെടുക്കുകയാണ്. മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങി ഇതുവരെ PVR, സിനിപോളിസ് തുടങ്ങിയ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് 38,500 ടിക്കറ്റുകളാണ് സിനിമ വിറ്റത്. ഇതിൽ PVRൽ നിന്ന് 30,000 ടിക്കറ്റും സിനിപോളിസിൽ നിന്ന് 8,500 ടിക്കറ്റുമാണ് വിറ്റത്. ചിത്രം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം 20 കോടിയോളം നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. മിഷൻ ഇംപോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിവസം 15 കോടി സ്വന്തമാക്കിയിരുന്നു. 131 കോടിയായിരുന്നു ഈ ഭാഗത്തിന്റെ ഇന്ത്യയിലെ ഫൈനൽ കളക്ഷൻ. പുതിയ ചിത്രം ഇതിനെയും മറികടക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2 മണിക്കൂർ 49 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. മെയ് 23-ന് ആഗോളതലത്തിൽ റിലീസിനൊരുങ്ങുന്ന സിനിമ ഇന്ത്യയിൽ ഒരാഴ്ച മുൻപേ പുറത്തെത്തും. മെയ് 17-ന് മിഷൻ ഇംപോസിബിൾ ഇന്ത്യയിൽ പ്രദർശനത്തിനെത്തും. സിനിമയുടെ നിർമ്മാതാക്കളായ പാരമൗണ്ട് പിക്ചേഴ്സ് തന്നെയാണ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടത്. മിഷൻ ഇംപോസിബിൾ സീരീസിലെ അവസാനത്തെ ചിത്രമാകും ഇതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 1996-ലാണ് ആദ്യത്തെ മിഷൻ ഇംപോസിബിൾ ചിത്രം പുറത്തിറങ്ങുന്നത്. സീരീസിലെ ഓരോ സിനിമകളിലെയും സ്റ്റണ്ട് സീനുകൾക്കായി ടോം ക്രൂയിസ് എടുക്കുന്ന പ്രയത്നങ്ങൾ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഹെയ്ലി അറ്റ്വെൽ, വില്യംസ്, സൈമൺ പെഗ്, വനേസ കിർബി തുടങ്ങിയവരാണ് പുതിയ മിഷൻ ഇംപോസിബിൾ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.